ഇന്നത്തെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണിന്നോ എല്ലും കപ്പയെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. പല നാട്ടിൽ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്നത് അത് പറയാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/2 കിലോ ബീഫാണ്. ഞങ്ങളുടെ ഇവിടെ കഴിക്കാൻ 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് 1/2 കിലോ ബീഫേ എടുത്തോളൂ. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കണം. ഞാനിവിടെ മുളക് പൊടി എടുത്തപ്പോൾ നല്ല മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും എടുത്തു. അത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് മതി ഇതിന്. മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് ഞാനിവിടെ കപ്പ വേവിച്ചു. കപ്പ വേവിക്കുന്നത് ഇവിടെ കാണിക്കുന്നില്ല, കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. വേവിച്ച് നന്നായിട്ട് ഉടച്ചു വെച്ചു. ബീഫ് വേവാനായിട്ട് കുക്കറിൽ വെച്ചു. കുക്കറിൽ ഒരല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ഇല്ലാതെയാണ് വേവിക്കാൻ വെച്ചത്. പിന്നെ ഒരു 3 സവോള നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അത് വഴറ്റാനായിട്ട് അടുപ്പത്ത് വെച്ചു. അതിൻ്റെ ഒപ്പം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുകയാണ്. ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു, ഇതിൽ കുറച്ച് വെള്ളം ഇപ്പോഴും ബാക്കിയുണ്ട്. കഴിഞ്ഞ് സവോള നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് വീണ്ടും കുറച്ച് മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് ഇളക്കിയിട്ട് പച്ചമണം മാറിക്കഴിഞ്ഞ ശേഷം ഞാൻ ആ ബീഫ് ഇതിലേക്കിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു, കാരണം ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് തിളയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞ് തിളച്ച ശേഷം അതിലേക്ക് നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ച കപ്പയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ വറ്റുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കപ്പ് ബിരിയാണി റെഡിയായി. സാധാരണ ബിരിയാണി പോലെ അല്ല, ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് സമയം ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്.